കൊച്ചുകുട്ടികളെ പോലെ. വരൂ. മണി, കിടക്കയിൽ മറ്റൊരുത്തന്റെ ഭാര്യയെ അവളുടെ ഭർത്താവാണെന്ന് വിശ്വസിപ്പിക്കാൻ ഒരു പുരുഷന് കഴിയില്ല. അവൾ തിരിച്ചറിയും. പിന്നെ നിന്റെ ഈ തല കാണില്ല. എന്താ അമ്മ, എത്ര നേരായി തല വെള്ളം ഒഴിച്ചോണ്ട് നിൽക്കുന്നു? വല്ല പനിയും പിടിക്കും. വരൂ. അമ്മണി പൊക്കോളൂ. ഞാൻ പൊക്കോളൂ. ഡോക്ടർ പറഞ്ഞ അമ്മണിക്ക് ഓർമ്മയില്ലേ? പൊക്കോ. പോ പോ. അയ്യോ സാറേ, വേണ്ട. നിനക്ക് ഞാൻ ശമ്പളം കൊടുക്കുന്ന ആഫീസറാക്കാം. ഞാൻ വിളിച്ചു പറയും. കൊടുക്കാതെ ജോലി ജോലി. സാർ, അദ്ദേഹം എന്നെ. ജാനകി, കരയരുത്. സാറിന് ഒരു അബദ്ധം പറ്റിപ്പോയതാ. ക്ഷമിക്കണം. ജനങ്ങൾ ആരാധിക്കുന്ന മന്ത്രിയല്ലേ. നീ ഇത് ആരോട് പറയരുത്. നിനക്ക് എന്ത് വേണമെന്ന് തരാം. എനിക്കൊന്നും വേണ്ട സാർ. അധ്വാനിച്ച് കഴിയുന്ന ഒരു ക്ലാസ് 4 ജീവനക്കാരിയാണ് ഞാൻ. തറ തുടയ്ക്കും, പക്ഷെ തനി തറയാവില്ല. നിന്നെ ഞാൻ വൃത്തികെട്ട നായേ, നീ എന്താണാ ചെയ്തത്? പിന്നെ ഞാനെന്ത് വേണം? മന്ത്രിയുടെ ഭാര്യ തൊട്ടോട് നിങ്ങൾ പറഞ്ഞു. പിന്നെ ഉള്ളത് പെങ്ങളാണെന്ന് കരുതാൻ പറഞ്ഞു. ഇവളെ കണ്ടതോടെ ഞാൻ കനകത്ത് ജ്ഞാപകം വന്നാ ചതുതാ. എനിക്ക് അവളെ പാക്കണം. എപ്പടിയാവത് ഇങ്ങെന്ത് പോണം. ഇല്ലെന്നാ എനിക്ക് പൈത്യം പിടിച്ചിടും, പ്രാന്ത് പിടിച്ചിടും. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ സാധിപ്പിച്ചു തരാം. ഇവിടെ വെച്ചല്ല, പുറത്ത് വെച്ച്. സത്യമാ? സത്യം. എന്റെ കർത്താവേ, അപ്പടിയല്ലേ നടക്കറേ. തൊഴിലാളികളെ സംഘടിക്കുവിൻ. സമരവും സത്യാഗ്രഹവും ചെയ്ത് പാവം ജനങ്ങളെ കൊള്ളയടിക്കുവിൻ. മോനെ മണി, ഇതാരാന്ന് നോക്ക. മോനെ മണിയണ്ട. ആരായി മണിയണ്ടൻ? മോനെ, ഞങ്ങൾ തമ്മിലിണങ്ങി. ഇനി നിങ്ങളുടെ കല്യാണത്തിന് ഈ അമ്മൂമ്മ തടസ്സം നിൽക്കില്ല. അതോർത്ത് എന്റെ കണ്ണം വിഷമിക്കണ്ട. എന്തിനാ നിങ്ങൾ എന്നെ ക്രൂശിക്കുന്നത്? ഇതിലും ഭേദവും കൊന്നുകളയാ. അങ്ങനെ പറയാതെ മച്ചാ. ഉനക്കാக நான் என்னெல்லாம் சமைச்சு கொண்டு வந்திருக்கேன் பாரு. மாட்டுக்கறி, கருவாட்டு குழம்பு, பாயா, மீன் குழம்பு. உனக்கு ரொம்ப பிடிக்கும்ல? പിടിക്കുമെന്ന് ആര് പറഞ്ഞു? பிடிக்க வேண்டாம், ஆனாலும் சாப்பிடு. എടുത്തോണ്ട് പോകുന്നുണ്ടോ? എനിക്ക് എന്റെ നാറ്റം പോലും പിടിക്കില്ല. അയ്യോ, അത് ഈ അസുഖം കൊണ്ട് തോന്നുന്നതാ. കൊഞ്ചമാവത് സാപ്പിടുകണ്ണ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്താ അവിടെ ബഹളം? ശാഠ്യം. ഞാൻ മാറ്റിത്തരാം. വല്ലപ്പോഴും ഇറച്ചിയും മീനും കൊടുക്കാൻ തിരുമേനി പറഞ്ഞത് കൊണ്ടാ. കണ്ടില്ലേ? ഇങ്ങോട്ട് മാറുന്നോളോ. വൈദ്യരെ, നിങ്ങളും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മത്സ്യവും മാംസവും കഴിക്കുന്നവനല്ല ഞാൻ. വെജിറ്റേറിയനാണ്, പ്യൂർ വെജിറ്റേറിയൻ. ഞാനൊരു ഗാന്ധിയനാണ്. അനുസരിച്ചില്ല അല്ലേ? കഴിക്കാനാണ് പറഞ്ഞത്. കഴിക്കാൻ ഞാൻ പറയുന്ന ഇതിന് നിങ്ങൾക്ക് നല്ല ശിക്ഷ വാങ്ങിച്ചു തരാൻ എനിക്ക് കഴിയും. ഞാൻ മന്ത്രിയാണ്, ഓർമ്മ വേണം. ആയിരിക്കുന്നവൻ ജഡ്ജിയാ. പലവട്ടം തൂക്കാൻ വെച്ചതാ. അന്റെ ഒരു ശിക്ഷ. കഴിക്കാൻ 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 പറഞ്ഞു മനസ്സിലാവില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? கலக்குது பாரு இந்த ஸ்டைலே. சிக்கு பால முயிலே இப்ப ஓகே நான் அடித்துள்ளே. சிக்கு புக்கு ரயிலே. கலக்குது பாரு இந்த ஸ்டைலே. சிக்கு பால முயிலே இப்ப ஓகே நான் அடித்துள்ளே. இப்பது எத்திராஜா மனசெல்லாம் தலவை செய்யும் ராஜா. வயசு
ഡ്രൈവർ പതുക്കെ പോ. ഓ എന്തൊരു പോക്കാണോ. ഇങ്ങനെയല്ലേ പോകണ്ടത്? ഇവിടെ സാറല്ല കാർ. താൻ പേരിടും. ആഭ്യന്തരമന്ത്രിയാ മുടിഞ്ഞു പോകാനായിട്ട് അവന്റെ ഒടുക്കത്തെ ഒരു പോക്ക്. പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാം. പുറത്ത് കിങ്കരന്മാരെ നിർത്തി എന്നെ തടയാമെന്ന് കരുതിയല്ലേ? പലരും പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ എനിക്ക് ബോധ്യമായി. സത്യം പറയണം. പറയാം. അവിടെ നിൽക്കാനാ പറഞ്ഞത്. സത്യം എന്താന്ന് പറയാതെ ഞാൻ പിടിക്കവനെ. മന്ത്രിയെ കയ്യേറ്റി വീട്ടിൽ കയറി ഒന്ന് ബഹളം ഉണ്ടാകുമല്ലോ. പോലീസ് പോലീസ്. അയ്യോ പോലീസ് പിടിക്കവനെ പിടിക്കവനെ. ചേച്ചി ദേവേട്ടനൊന്ന് ചേർത്തെന്ന് പറ. ഏട്ടാ ദേവേട്ടനെ കൊണ്ടുവരുന്നത് പറ. പ്ലീസ് പ്ലീസ് ദേവേട്ടാ. ഹലോ. യെസ്. അവൻ ഒരിക്കലും പുറത്തു വരരുത്. യെസ് സർ. നീ മന്ത്രിയെ കൈയേറ്റം ചെയ്യാൻ മാത്രം വളർന്നു അല്ലേടാ? വെള്ളം